Let's get let's get let's get let's get scratching. മലയാളിയുടെ എക്കാലത്തെയും പ്രിയ ഭക്ഷണം ദ വൺ ആൻഡ് ഓൺലി പൊറോട്ട. ഇന്ന് നമുക്ക് പറയാനുള്ളത് പൊറോട്ടയുടെ ഒരു പിൻചരിത്രമാണ്. ഹലോ ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ രോഹിത്. ആദ്യം തന്നെ ഈ വിഷയം നിങ്ങളിലേക്ക് എത്താൻ കാരണമായ രാജു ചേട്ടന് ഒരു നന്ദി പറഞ്ഞു കൊള്ളട്ടെ. കേരളീയൻ്റെ രുചിശീലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പൊറോട്ടയെ മാറ്റി നിർത്തി ഒരു ചർച്ച സാധ്യമല്ല. ഇന്ന് മലയാളിയുടെ കാറ്ററിംഗ് മെനുകളിലെയും തട്ടുകടകളിലെയും അവിഭാജ്യ ഘടകമായ പൊറോട്ട യഥാർത്ഥത്തിൽ കഠിനമായ പ്രവാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും രുചികരമായ ഒരു ചരിത്രരേഖയാണ്. ഒരു വിദേശ മണ്ണിൽ വേരൂന്നി മലബാറിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ കൈക്കരുത്തിൽ രൂപപ്പെട്ട് പിന്നീട് കേരളക്കരയെ ആകെ കീഴടക്കിയ പൊറോട്ടയുടെ ആ യാത്രാ ചരിത്രം ഏറെ രസകരമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ചരിത്രത്തിൻ്റെ തുടക്കം. അക്കാലത്ത് ഉപജീവനത്തിനായി മലബാറിൽ നിന്നും തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നും വൻതോതിൽ തൊഴിലാളികൾ ശ്രീലങ്കയിലേക്ക് കുടിയേറിയിരുന്നു. അവിടുത്തെ കപ്പലണ്ടിത്തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും തുറമുഖങ്ങളിലും കഠിനമായ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു ഈ മനുഷ്യർ. ആ സമയത്ത് ശ്രീലങ്കയിലെത്തിയ ഉത്തരേന്ത്യൻ വ്യാപാരികൾ വഴി അവിടെ ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പറാത്തകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന ദരിദ്രരായ മലയാളി തമിഴ് തൊഴിലാളികൾക്ക് ദിവസവും വില കൂടിയ ഗോതമ്പൊടി വാങ്ങി പറാത്തയുണ്ടാക്കുക സാമ്പത്തികമായി എളുപ്പമായിരുന്നില്ല. ഈ പ്രതിസന്ധിയിലാണ് തൊഴിലാളികളുടെ പ്രായോഗിക ബുദ്ധി ഉണർന്നത്. അവർ ഗോതമ്പിന് പകരം വില കുറഞ്ഞതും എന്നാൽ എളുപ്പം ലഭ്യമായതുമായ മൈദ പരീക്ഷണാർത്ഥം ഉപയോഗിക്കാൻ തുടങ്ങി. മൈദ ഉപയോഗിച്ചപ്പോഴാണ് ഈ വിഭവത്തിന് വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടായത്. മൈദയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ഗ്ലൂട്ടൻ പ്രോട്ടീൻ മാവിന് വലിയ തോതിലുള്ള ഇലാസ്തികത നൽകി. ഈ സവിശേഷതയെ മലബാറിലെ തൊഴിലാളികൾ കൈക്കരുത്തുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി. മാവ് നന്നായി കുഴച്ച് വായുവിൽ വട്ടത്തിൽ വീശിയടിച്ച് നേർത്ത പാളികളാക്കി മാറ്റുന്ന വിദ്യ അവർ വികസിപ്പിച്ചെടുത്തു. ഇങ്ങനെ വീശിയടിക്കുമ്പോൾ മാവിനുള്ളിൽ ധാരാളം വായു അറകൾ രൂപപ്പെടുകയും അത് ചുട്ടെടുക്കുമ്പോൾ നല്ല മൃദുവായ നൂൽ പോലെയുള്ള മടക്കുകളുള്ള സിലോൺ പൊറോട്ടയായി മാറുകയും ചെയ്തു. കഠിനമായ വെയിലിലും പണിശാലകളിലും ചോര നീരാക്കി പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കുറഞ്ഞ ചെലവിൽ പെട്ടെന്ന് വലിയ അളവിൽ ഊർജം നൽകാൻ ഈ മൈദ പൊറോട്ടയ്ക്ക് കഴിഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രീലങ്കൻ തോട്ടം തൊഴിലാളികളുടെ പ്രധാന ആഹാരമായി ഇത് മാറി. 1940കളുടെ ഒടുക്കത്തിലും 50കളിലും ശ്രീലങ്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ പ്രവാസികളായ മലയാളി തൊഴിലാളികൾ കൂട്ടത്തോടെ ജന്മനാടായ മലബാറിലേക്ക് തിരിച്ചെത്താൻ തുടങ്ങി. പോക്കറ്റിൽ സമ്പാദ്യമൊന്നുമില്ലെങ്കിലും തോട്ടം ജീവിതം അവർക്ക് സമ്മാനിച്ച ഒരു വലിയ വിദ്യയുണ്ടായിരുന്നു: പൊറോട്ടയടിയുടെ കൈവേഗത. നാട്ടിൽ തിരിച്ചെത്തിയ തൊഴിലാളികൾ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ചായക്കടകളും തട്ടുകടകളും ആരംഭിച്ച് ഈ സിലോൺ പൊറോട്ടയെ പരിചയപ്പെടുത്തി. 1960കളിൽ കേരളത്തിൽ കടുത്ത അരിക്ഷാമം നേരിട്ട കാലത്ത് റേഷൻ കട വഴി വിതരണം ചെയ്ത അമേരിക്കൻ മാവ് ഈ തൊഴിലാളികൾക്ക് വലിയ തുണയായി. കഞ്ഞി കുടിക്കാൻ അരിയില്ലാതെ വലഞ്ഞ സാധാരണക്കാർക്ക് മലബാറിലെ ചായക്കടകളിൽ തൊഴിലാളികൾ അടിച്ചുമുറിച്ച് നൽകിയ ചൂടുള്ള പൊറോട്ടയും കറിയും വിശപ്പടക്കാനുള്ള വലിയൊരു ആശ്രയമായി മാറി. തുടക്കത്തിൽ മലബാർ മേഖലയിലെ തൊഴിലാളി വർഗത്തിൻ്റെ വിശപ്പടക്കിയിരുന്ന ഈ വിഭവം 70കളിലും 80കളിലും കേരളത്തിലുടനീളം തട്ടുകട സംസ്കാരം വ്യാപിച്ചതോടെ മധ്യ കേരളത്തിലേക്കും തിരുവിതാംകൂറിലേക്കും പടർന്നു. മലബാറിലെ മാസ്റ്റർമാർ തങ്ങളുടെ തനത് സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഇറച്ചിക്കറികൾക്കൊപ്പം ഈ പൊറോട്ടയെ വിളമ്പിയപ്പോൾ അത് മലബാർ ഐക്കണിക് പൊറോട്ട എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. കുറഞ്ഞ അളവ് മാവുകൊണ്ട് കൂടുതൽ പേർക്ക് വയറു നിറയെ ഭക്ഷണം നൽകാം എന്ന കച്ചവടക്കാരുടെ പ്രായോഗികതയും നാവിന് മയം തരുന്ന രുചിയും ചേർന്നപ്പോൾ പൊറോട്ട മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. സിലോണിലെ കഠിനമായ തോട്ടം തൊഴിലാളികളുടെ അതിജീവനത്തിൻ്റെ പ്രതീകമായി ജനിച്ച ഈ വിഭവം ഇന്ന് ആഗോളതലത്തിൽ തന്നെ മലയാളിയുടെ രുചിയുടെ അടയാളമായി മാറിയിരിക്കുന്നു എന്നത് ചരിത്രത്തിൻ്റെ മനോഹരമായ ഒരു അതിജീവന കഥയാണ്.